ഹായ്, ഞാൻ ഷംലി. കുറച്ച് നാളായി കണ്ടിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ട്രിപ്പിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, ഹെയർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കമൻറ്റ്, അപ്പോൾ നിങ്ങളെല്ലാവരും സജഷൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കുക. അതറിഞ്ഞു കഴിയുമ്പോഴും ഒരുപാട് സന്തോഷം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പരിപാടി നോക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഹെയർ ചെയ്യുന്ന കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഹെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നല്ല ഈസി ആയിട്ട് വൃത്തിയായി നല്ല ഭംഗിയിൽ ചെയ്യാം എന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പാകത്തിന് അധികം സ്പീഡാക്കൊന്നും ചെയ്യാതെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുകൊണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 0.5 മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. അതിപ്പോൾ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഫാബ്രിയാനോ ടെക്നിക്കോ 6ൻ്റെ സ്മൂത്ത് പേപ്പറാണ്. പെൻസിൽ ഡോംസിൻ്റെ കളർ പെൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പെൻസിൽ നന്നായിട്ട് ഷാർപ്പൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഹെയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മുടിയുടെ പാറ്റേൺ അനുസരിച്ച്, അതായത് ആ മുടിയിഴകൾക്കനുസരിച്ച് ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക്, അതായത് ഒരു ഡാർക്കുള്ള ഭാഗത്ത്, നല്ല ഡാർക്കുള്ള ഭാഗങ്ങളിൽ ഡാർക്കായിട്ട് തന്നെ വരച്ച് ഹൈലൈറ്റ് വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ അധികം സ്പീഡാക്കി ചെയ്യുന്നില്ല. ഒരുപാട് സ്പീഡാക്കി ചെയ്താൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് സ്പീഡാക്കി ഇടയ്ക്ക് സ്ലോ ആക്കി ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. പലരും പറയാറുള്ള പോലെ ഹെയർ ചെയ്യാന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഇതിന് കിട്ടും. പിന്നെ സംഭവം പെട്ടെന്ന് വരച്ച് തീരുകയും ചെയ്യും. പിന്നെ ഞാനിതിൽ റെഫറൻസ് പിക്ചർ കൂടെ വെക്കാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത പിക്ചറിൽ അതിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഞാൻ നോക്കി വരച്ചിട്ടുള്ളൂ. ബാക്കി അതൊരു ബ്രൗൺ ഹെയർ ആയിരുന്നു. അപ്പം നമ്മൾ സാധാരണ കൂടുതൽ ചെയ്യാറുള്ളത് ബ്ലാക്ക് ഹെയർ ആണല്ലോ. അതാണ് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫറൻസ് പിക്ചർ കൂടെ വെച്ചിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം മുതൽ അങ്ങനെ ചെയ്യാം. ഇത്തവണ ഞാൻ പറഞ്ഞ കളറ് വേറെ ആയതുകൊണ്ട് ഞാൻ വെച്ചില്ല എന്നുള്ളൂ. ഇപ്പോൾ ഞാനിന്ന് പറയുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് മുടിയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ഇതേപോലെ ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഡാർക്ക് വരുന്ന ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ കൊടുക്കാം. അതിനുശേഷം നമ്മളെടുക്കുന്ന റെഫറൻസ് പിക്ചറിൽ കാണുന്ന കളർ ഏതാണെന്ന് നോക്കിയിട്ട്, അതായത് സാധാരണ ഇപ്പം ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് പോലെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചിലതിൽ അത് ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും, ചിലപ്പോൾ പർപ്പിൾ, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് നിങ്ങളുടെ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ ആണ് എടുക്കുന്നത്. അത് അധികം പ്രസ് ചെയ്യാതെ ഒരു മീഡിയം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഹൈലൈറ്റ് വരുന്ന ഭാഗത്ത് വളരെ ലൈറ്റായിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഈ ബ്ലൂ ഷെയ്ഡ് ഈ മീഡിയം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ ബ്ലാക്ക് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ഈ ബ്ലാക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഈ ലൈറ്റായിട്ടുള്ള കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ നമ്മൾ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഡാർക്ക് ഏരിയയിൽ നമ്മൾ ഹാർഡ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നന്നായിട്ട് അവിടെ ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. എന്നാൽ ലൈറ്റ് ഏരിയയിൽ നമ്മൾ ഈ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തതുകൊണ്ട് അവിടെ പേപ്പർ ഗ്രെയിൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ വൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഒഴിവാവുകയും ചെയ്യും, നല്ലൊരു സ്മൂത്ത് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഷെയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ എത്രത്തോളം നമ്മളിതിൽ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്കതിന് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ പോലെ വരച്ച് ബ്ലാക്ക് കൊണ്ട് തന്നെ ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് പിന്നെ വൈറ്റ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്താക്കി വീണ്ടും ബ്ലാക്ക് വെച്ചിട്ട് ഷെയ്ഡ് കൊടുത്തു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിന് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ നമുക്ക് ആഡ് ചെയ്യാം. കാരണം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ഇത്തിരി കൂടെ ഡാർക്ക് ആക്കാമെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഓരോ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം. അല്ലാതെ മൊത്തത്തിൽ വരച്ചിട്ടാൽ എനിക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം. ഇങ്ങനെ ചെയ്ത് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം. അപ്പോൾ ഓരോ പാർട്ട് കംപ്ലീറ്റ് ആയി വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം വരാറുണ്ട്, ബാക്കി ചെയ്യാൻ കൂടുതൽ ഇഷ്ടവും ഉണ്ടാവും. ഹെയർ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ പോയിൻറ്റും നോക്കി വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പിന്നെ ഇൻഡൻറ്റിങ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നീട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഹെയർ ആയാലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ബർണിഷിംഗ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ബർണിഷിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അത് അധികം ആരും കണ്ടിട്ടില്ല ആ വീഡിയോ.
പിന്നെ മുകളിൽ പാറി കിടക്കുന്ന ഓരോ മുടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഏതെങ്കിലും വൈറ്റ് പെൻസിൽ തന്നെ, വൈറ്റ് കളർ വരുന്ന വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ജെൽ പെന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് ബ്ലാക്ക് പെൻസിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ സൈഡിലൂടെ ഇറങ്ങി കിടക്കുന്ന മുടികളൊക്കെ വരച്ചെടുക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെയർ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്